വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോയിൽ പ്രസന്റ് കണ്ടിന്യൂസും സിമ്പിൾ പ്രസന്റ് ടെൻസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. നിങ്ങൾ പ്രസന്റ് കണ്ടിന്യൂസ് മനസ്സിലാക്കിയിട്ടുണ്ട്, സിമ്പിൾ പ്രസന്റ് ടെൻസും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഈ വീഡിയോയിൽ. പ്രസന്റ് കണ്ടിന്യൂസ് എന്താണ് അതിന്റെ സ്ട്രക്ചർ? ഐ ആം വർക്കിംഗ് അങ്ങനെയുള്ള സ്ട്രക്ചറാണ്. അതായത് ബി വെർബിന്റെ പ്രസന്റ് ടെൻസ് ഫോമും മെയിൻ വെർബ് ing എൻഡിങ്ങിലും. അപ്പൊ ഇവിടെ വരുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസുകളിൽ മെയിൻ വെർബ് ing ഫോമിലാണ്. അതുകൊണ്ട് തന്നെ ഫൈനൈറ്റ് വെർബായിട്ട് വരുന്നത് ബി വെർബിന്റെ പ്രസന്റ് ടെൻസ് ഫോമാണ്. ഈസ്, ആം, ആർ. ആ ഒരു പോയിന്റ് നല്ല രീതിയിൽ നിങ്ങൾ ഇതിനു മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഐ ആം വർക്കിംഗ്, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്, ഈ സമയത്ത് നടക്കുന്നത് കാര്യങ്ങളാണ് പറയുന്നത്. ഐ ആം വർക്കിംഗ്. അല്ലെങ്കിൽ ഐ ആം നോട്ട് വാച്ചിങ് ദ ടെലിവിഷൻ, ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയല്ല. ഐ ആം വർക്കിംഗ്. ഇങ്ങനെയുള്ള സ്ട്രക്ചറാണ് പ്രസന്റ് കണ്ടിന്യൂസിൻ്റെത്. അത് പ്രസന്റ് ടെൻസ് ആണ്, നല്ല രീതിയിൽ മനസ്സിലാക്കുകയും വേണം. നിറയെ ഉപയോഗിക്കപ്പെടുന്നവയാണ് ഇതൊക്കെ. ഇനി സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്താണ്? ഐ വർക്ക് ഇൻ എ ഷോപ്പ്. അത് ജനറൽ ആയിട്ട് പറയുകയാണ്. ഈ പ്രസന്റിൽ നടക്കുന്ന കാര്യം തന്നെയാണെങ്കിലും ഇപ്പോൾ നടക്കുന്നതല്ല, നൗ അല്ലെങ്കിൽ അറ്റ് ദ മൊമെന്റ് അല്ല. ഈ സമയങ്ങളിൽ പ്രസന്റിൽ ഐ വർക്ക് ഇൻ എ ഷോപ്പ്, ഞാനൊരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു. ഇറ്റ് റെയിൻസ് എ ലോട്ട് ഇൻ വിന്റർ, അതായത് വിന്റർ സമയങ്ങളിൽ നിറയെ മഴ പെയ്യാറുണ്ട്. ഇതൊക്കെ ജനറൽ ആയിട്ട് പറയാണ്. ഇപ്പൊ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു എന്നല്ല, വിന്റർ സമയങ്ങളിൽ നല്ല മഴ പെയ്യാറുണ്ട്. ഇറ്റ് റെയിൻസ് എ ലോട്ട് ഇൻ വിന്റർ, വിന്റർ സീസണിൽ നിറയെ മഴ ലഭിക്കാറുണ്ട്. ഹി വർക്ക്സ് എവറി ഡേ ഫ്രം 10:30 to 5:30. അവൻ എല്ലാ ദിവസവും 10:30 ഇരുന്ന് 5:30 വരെ വർക്ക് ചെയ്യുന്നു. അതും ജനറൽ ആയിട്ട് പറയുകയാണ് ഒരു കാര്യം, ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ. എന്നാൽ അത് നൗ എന്നോ അറ്റ് ദ മൊമെന്റ് എന്നോ അല്ല പറയുന്നത്. ഈ സമയങ്ങളിൽ നടക്കുന്ന ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ. അതുപോലെ തന്നെ സയന്റിഫിക് ട്രൂത്ത്സ് എല്ലാം തന്നെ. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, അതൊക്കെ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറയപ്പെടുക. ഡോണ്ട് യൂസ് ദീസ് വെർബ്സ് ഇൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. അതായത് ഈ താഴെ പറയുന്ന കുറച്ച് വെർബുകൾ പ്രസന്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഇത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുക. പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാതെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുക. അതായത് ഏതൊക്കെയാണ്? ലൈക്ക്, വാണ്ട്, നോ, അണ്ടർസ്റ്റാൻഡ്, റിമെമ്പർ, ഡിപ്പെൻഡ്, പ്രിഫർ, ഹേറ്റ്, ലവ്, നീഡ്, മീൻ, ബിലീവ്, ഫോർഗെറ്റ് തുടങ്ങിയവ. അപ്പൊ ഇത് ഐ ആം ലൈക്കിംഗ് എന്നൊന്നും പറയില്ല. ഐ ആം ലൈക്കിംഗ് ചോക്ലേറ്റ് എന്നൊന്നും പറയില്ല. ഐ ലൈക്ക് ചോക്ലേറ്റ് എന്നേ പറയുള്ളൂ. അവിടെ ഓർമ്മിക്കുക. ഐ വാണ്ട് ടു ഗോ എന്നാ പറയുക. ഐ വാണ്ട് ടു ഗോ, ഐ ആം വാണ്ടിങ് ടു ഗോ എന്ന് പറയില്ല. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതൊക്കെ കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കേണ്ട, പ്രസന്റ് കണ്ടിന്യൂസിൽ. അപ്പൊ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കണം. ഐ അണ്ടർസ്റ്റാൻഡ് ദിസ് വൺ എന്നേ പറയുള്ളൂ. ഐ ആം അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയില്ല. ഐ റിമെമ്പർ ദാറ്റ് ഡേ, ഞാൻ ഓർമ്മിക്കുന്നു ആ ദിവസം. ഇത് പ്രിഫറിങ്, ഐ ആം പ്രിഫറിങ് കോഫി എന്നല്ല പറയാ. ഐ പ്രിഫർ കോഫി, ഷീ പ്രിഫേഴ്സ് കോഫി. അങ്ങനെ ഈ ഒരു വെർബുകളെല്ലാം തന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുക, പ്രസന്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കാറില്ല എന്ന പോയിന്റ് ഓർമ്മിക്കുക. ഐ വാണ്ട് ടു ഗോ ഹോം എന്നാ പറയാ. ഐ ആം വാണ്ടിങ് ടു ഗോ ഹോം എന്ന് പറയില്ല. ഐ വാണ്ട് ടു ഗോ ഹോം, ഷീ വാണ്ട്സ് ടു ഗോ ഹോം, വി വാണ്ട് ടു ഗോ ഹോം. പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുക, സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുക. ഡു യു നോ ദാറ്റ് ഗേൾ? നോ എന്നുള്ള വെർബാണ്. അതും ing എൻഡിങ്ങിൽ ഉപയോഗിക്കുന്നില്ല, കണ്ടിന്യൂസിലല്ല ഉപയോഗിക്കുക, സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കണം. ഡു യു നോ ദാറ്റ് ഗേൾ? നിനക്ക് ആ പെൺകുട്ടിയെ അറിയുമോ? ഡു യു നോ ദാറ്റ് ഗേൾ? ഡു യു നോയിങ് വരില്ല.
അല്ലെങ്കിൽ ആർ യു നോയിങ് എന്ന് വരില്ല. ഡു യു നോ ദാറ്റ് ഗേൾ? യെസ് ഐ നോ ഹെർ എന്നാണ് പറയുക. യെസ് ഐ നോ ഹെർ. ഐ ഡോണ്ട് റിമെമ്പർ ഹെർ നെയിം. ബട്ട് ഐ ഡോണ്ട് റിമെമ്പർ ഹെർ നെയിം. ഞാൻ അവളുടെ പേര് ഓർമ്മിക്കുന്നില്ല. ഐ ആം നോട്ട് റിമെമ്പറിങ് ഹെർ നെയിം എന്ന് പറയാൻ പാടില്ല. ഐ ഡോണ്ട് റിമെമ്പർ ഹെർ നെയിം. ഹി ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. We don't understand. They don't understand that one. ഇങ്ങനെ ഈ വെർബുകളെല്ലാം തന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കപ്പെടുന്നവയാണ്, കണ്ടിന്യൂസിൽ ഉപയോഗിക്കാറില്ല. നോ ദ ഡിഫറൻസ്. അപ്പൊ ഇവ തമ്മിലുള്ള ഡിഫറൻസ് ഒന്നും കൂടി നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. ഡസ് ഷീ ടേക്ക് ഫോട്ടോഗ്രാഫ്സ്? ഈ ക്വസ്റ്റ്യനില് ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണിത്. അതായത് ഡസ് ഷീ ടേക്ക് ഫോട്ടോഗ്രാഫ്സ് എന്ന് വെച്ചാൽ അവൾക്ക് ഫോട്ടോഗ്രാഫ് എടുക്കാൻ അറിയുമോ, അതായത് ഫോട്ടോ എടുക്കാൻ അറിയുമോ, ഫോട്ടോ എടുക്കാറുണ്ടോ എന്നുള്ളൊരു ജനറൽ ക്വസ്റ്റ്യൻ. ഡസ് ഷീ ടേക്ക് ഫോട്ടോഗ്രാഫ്സ്? യെസ് ഷീ ഡസ്. അതിൻ്റെ ആൻസറും അതേ സമയം തന്നെ മനസ്സിലാക്കണം. ഡസ് ഷീ ടേക്ക് ഫോട്ടോഗ്രാഫ്സ്? യെസ് ഷീ ഡസ്. അല്ലെങ്കിൽ എന്താ ആൻസർ വരിക? നോ ഷീ ഡസൻറ്റ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഡസ് ഷീ ടേക്ക് ഫോട്ടോഗ്രാഫ്സ്, അവൾക്ക് ഫോട്ടോ എടുക്കാൻ അറിയുമോ, ഒരു ജനറൽ ആയിട്ടുള്ള കാര്യം നമുക്ക് അറിയണം. അപ്പൊ നമ്മൾ ഏതാ ഉപയോഗിക്കുക? സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഈസ് ഷീ ടേക്കിംഗ് എ ഫോട്ടോഗ്രാഫ്? അത് പ്രസന്റ് കണ്ടിന്യൂസ് ആയി. കാരണം ഇപ്പൊ അവളൊരു ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണോ? ഈസ് എന്നുകൊണ്ട് ടേക്കിംഗ് എന്നുണ്ട്. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ആണിത്. ഈസ് ഷീ ടേക്കിംഗ് എ ഫോട്ടോഗ്രാഫ്? അവളൊരു ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണോ, ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുകയാണോ എന്നാണ്. അപ്പൊ നൗ എന്നുള്ളതിന് പ്രാധാന്യമുണ്ട് ഇവിടെ. നോ ഷീ ഈസ് നോട്ട്. അല്ല, അവൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വാട്ട് ഈസ് ഷീ ഡൂയിങ്? ഇതും പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഇപ്പൊ എന്താണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വാട്ട് ഈസ് ഷീ ഡൂയിങ്? ഷീ ഈസ് ലിസണിങ് ടു മ്യൂസിക്. അപ്പൊ ഇപ്പൊ അവള് പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുക. നൗ, അറ്റ് ദ മൊമെന്റ് എന്നുള്ള കാര്യങ്ങളിലൊക്കെയാണ് എങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് വരിക. ഈസ് ഹി ഡ്രൈവിംഗ് എ കാർ? ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നടക്കുന്നതാണോ എന്നാണ് ചോദിക്കുന്നത്. അതായത് അവനിപ്പോ ഒരു കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഈസ് ഹി ഡ്രൈവിംഗ് എ കാർ? നോ ഹി ഈസ് നോട്ട്. അല്ല. ഡസ് ഹി ഡ്രൈവ് എ കാർ? അവിടെയാണ് നിങ്ങൾ ശ്രദ്ധയോടുകൂടി ആ ഡിഫറൻസ് മനസ്സിലാക്കേണ്ടത്. ഡസ് ഹി ഡ്രൈവ് എ കാർ എന്ന് വെച്ചാൽ അത് ജനറൽ ഇൻഫർമേഷൻ ആണ് നമുക്ക് അറിയേണ്ടത്. അവന് കാർ ഡ്രൈവ് ചെയ്യാൻ അറിയുമോ? ഡസ് ഹി ഡ്രൈവ് എ കാർ? അവനൊരു കാർ ഡ്രൈവ് ചെയ്യാറുണ്ടോ? അത് ജനറൽ ക്വസ്റ്റ്യൻ. എന്നാൽ ഈസ് ഹി ഡ്രൈവിംഗ് എ കാർ എന്ന് പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസിൽ ഇപ്പൊ അവൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ, കാർ ഓട്ടിച്ചുകൊണ്ടിരിക്കുകയാണോ? നോ ഹി ഈസ് നോട്ട്. അല്ലെങ്കിൽ യെസ് ഹി ഈസ്. ഡസ് ഹി ഡ്രൈവ് എ കാർ? അവന് കാർ ഓട്ടിക്കാൻ അറിയുമോ? അപ്പൊ അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലേക്ക് പോയി. വാട്ട് ഈസ് ഹി ഡൂയിങ് നൗ? അപ്പൊ ഇനി അടുത്തത് ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ എന്താണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഹി ഈസ് മേക്കിംഗ് എ കോഫി. ഹി ഈസ് ഇൻ ദ കിച്ചൺ. ഹി ഈസ് മേക്കിംഗ് എ കോഫി. അവൻ ഇപ്പോൾ ഒരു കോഫി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ കിച്ചണിലാണ്. വാട്ട് ഈസ് ഹി ഡൂയിങ് നൗ? അവൻ ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന ചോദ്യത്തിന് അത് പ്രസന്റ് കണ്ടിന്യൂസ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസ് ജനറൽ ആയിട്ട് ചോദിക്കുകയാണ്. പ്രസന്റിൽ തന്നെ ജനറൽ ആയിട്ട് നടക്കുന്നവ. പ്രസന്റ് കണ്ടിന്യൂസ് കൂടുതലായും നൗ, അറ്റ് ദ മൊമെന്റ് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് ഉപയോഗപ്പെടുത്തുക. ഇറ്റ് ഈസ് എ നൈസ് ഡേ ടുഡേ. ദ സൺ ഡാഷ്. ഇതിൽ ഏതാണ് വരിക? ഇന്ന് നല്ലൊരു നൈസായിട്ടുള്ള ദിവസമാണ്. ദ സൺ ഈസ് ഷൈനിങ് എന്നാണോ, ഷൈൻസ് എന്നാണോ? പ്രസന്റ് കണ്ടിന്യൂസ് ആണോ, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണോ? ഇവിടെ ടുഡേ എന്നൊക്കെ വന്നതുകൊണ്ട് ജനറൽ അല്ല, ഇപ്പോഴത്തെ കാര്യം പറയണം. നമ്മൾ ആകാശമൊക്കെ നോക്കുമ്പോൾ നല്ല തെളിച്ചമുള്ള ആകാശം. ഇറ്റ് ഈസ് എ നൈസ് ഡേ ടുഡേ. ദ സൺ ഈസ് ഷൈനിങ്. അതാണ് വരിക പ്രസന്റ് കണ്ടിന്യൂസ്.
ഐ ഡാഷ് ന്യൂസ് പേപ്പർ. ഇവിടെ ഒരു ജനറൽ ആയിട്ടുള്ള കാര്യം പറയണം. നെവർ റീഡ് എന്നാ വരിക. ഞാൻ ന്യൂസ് പേപ്പർ വായിക്കാറില്ല. ഐ ആം നെവർ റീഡിംഗ് എന്ന് വരില്ല. ഐ നെവർ റീഡ് ന്യൂസ് പേപ്പർ. ജനറൽ ആയിട്ടുള്ളൊരു കാര്യം പറയണം. നെവർ റീഡ് ഡാഷ് ഇംഗ്ലീഷ്. ആർ യു സ്പീക്കിംഗ് ഇംഗ്ലീഷ്? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? ഇതിലേതാ വരിക? ഒരു ജനറൽ ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്നുള്ളത് ജനറൽ ആയിട്ട് അറിയുമ്പോൾ നമ്മൾ എന്ത് പറയും? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? അല്ലാതെ ഇപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നല്ല. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? അതാണ് കറക്റ്റ് വേ. ഹലോ പീറ്റർ, വേർ ഡാഷ്. അപ്പോൾ പീറ്ററിനെ കണ്ടു നടന്നു പോകുമ്പോൾ, ഓപ്പോസിറ്റ് വരുമ്പോൾ. അപ്പോൾ പീറ്ററിൻ്റെ അടുത്ത് ചോദിക്കണം, ഹലോ പീറ്റർ, വേർ ഡാഷ്. അവിടെ എന്താ വരിക? ആ ഒരു സമയത്ത് നമ്മൾ ചോദിക്കുക എന്താണ്? വേർ ആർ യു ഗോയിങ്? നീ എവിടേക്കാണ് പോകുന്നത്? അതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഡു യു ഗോ എന്ന് വരില്ല. വേർ ഡു യു ഗോ എന്നല്ല വരിക. കാരണം പീറ്ററിനെ കാണുന്നു, അപ്പോൾ എവിടേക്കാണ് നീ പോയിക്കൊണ്ടിരിക്കുന്നത്? കണ്ടിന്യൂസിൽ വേണം. ഹലോ പീറ്റർ, വേർ ആർ യു ഗോയിങ്?